നമസ്കാരം സുഹൃത്തുക്കളെ. ആഴകുഴമ്പ് മറുപടിയാണ്. ആഴകുഴമ്പൻ വർത്താനം പറയാണ്. തുച്ഛമായ തുക, നമുക്ക് തുച്ഛമായ പണമാണ്. സമഗ്ര ശിക്ഷാ അഭിയാന്റെ ഭാഗമായിട്ടുള്ള നമുക്ക് ലഭിക്കേണ്ട ഫണ്ട് ഇതുവരെ തടഞ്ഞു വെക്കുന്നു. SKNSSA ഫണ്ട് ഇതിന്റെ പേരിൽ തടഞ്ഞു വെക്കുക എന്നുള്ള നിയമവിരുദ്ധ പണിയാണ്. അങ്ങനെ തടഞ്ഞു വെക്കാൻ കേന്ദ്രത്തിന് നിയമപരമായി യാതൊരു അവകാശവുമില്ല. കോടതിയിലേക്ക് പോയി ആ ഫണ്ട് വാങ്ങിയെടുത്ത തമിഴ്നാടിന്റെ ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. തമിഴ്നാടിന്റെ കാര്യത്തിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശം വന്നു, ആ പരിപാടി വരില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ഈ കേന്ദ്ര സർക്കാരുമായി ഏറ്റുമുട്ടൽ തൽക്കാലമില്ല. അത് കേന്ദ്ര സർക്കാരുമായി തെറ്റേണ്ടി വരും. നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരുമായി തെറ്റുന്ന ഒരു പരിപാടിക്കും ഇല്ല. നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ വന്നാൽ കേരളയിൽ റദ്ദാക്കുമെന്നാണ്. കേരളയിൽ പദ്ധതി റദ്ദാക്കുമെന്ന പ്രഖ്യാപനം അവിടെ ഉണ്ടായി. നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ വന്നാൽ ഈ ഗൺമാന്മാർക്കെതിരെ കേസെടുക്കുമെന്നാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ രക്ഷാപ്രവർത്തന SIT ഉണ്ടായി. PMCയുടെ കാര്യത്തിൽ എന്താണ് എടുക്കാത്തത്, നിലപാടെടുക്കാത്തത്? ആ സത്യം എന്തുകൊണ്ടാണ് ഈ PMC കാര്യത്തിൽ ഉണ്ടാവാതെ പോകുന്നത്? കേന്ദ്ര സർക്കാരുമായിട്ടൊരു ഒരു തർക്ക വിതർക്കത്തിന്, ഒരു സംഘർഷത്തിന് അവർ തയ്യാറല്ല. ഞങ്ങൾ ഈ കേന്ദ്ര സർക്കാരുമായി ഏറ്റുമുട്ടൽ തൽക്കാലമില്ല. അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഈ പറഞ്ഞ നയങ്ങളെ ചോദ്യം ചെയ്യാൻ ഞങ്ങൾക്ക് ആർജവുമില്ല, ഞങ്ങൾക്ക് ധൈര്യമില്ല. ഉദാത്ത മാധ്യമപ്രവർത്തനം എന്നൊക്കെ പറഞ്ഞ ഇതാണ്. കുത്തും കോമയും പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടില്ല. ഒരേ വിഷയം ഒരേ സമയം തന്നെ പല മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അതിൽ പ്രയോഗിക്കുന്ന വാക്കുകളും വാചകങ്ങളും പോലും യാതൊരു വ്യത്യാസവുമില്ലാതെ സമാനതകളോടെ പറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിച്ചത്. ഇതിനു മുമ്പും സമാനമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നും പതിവ് പോലെ ഒരു സൈഡിൽ മധൂതി ചാനലായിരുന്നു, അന്ന് C. ദാവൂദായിരുന്നു ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. അതേപോലെ വള്ളി പുള്ളി വിടാതെ ഇപ്പുറത്ത് നിന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്, അതും വേറൊരു ചാനലിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് സ്മൃതി പരുത്തിക്കാടായിരുന്നു. ഇന്നിപ്പോൾ ഇതാ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് 24 ശ്രീകണ്ഠനാരായണൻ 24 ഹാഷ്മിയാണ് ഒരേ ഫാക്ടറിയിൽ നിന്ന് വരുന്ന സാധനം എടുത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവർക്കെല്ലാം ഇത് കൊടുക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഫാക്ടറി ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് ഏത് തരത്തിലാണെന്ന് നോക്കുക. അവർ കൊടുത്തിരിക്കുന്ന കാര്യമാണോ മീഡിയ വണിലും 24ലും മറ്റ് ചാനലുകളൊക്കെ ഉപയോഗിക്കുന്നത്? അപ്പോൾ ഇവർക്ക് എന്ത് വ്യത്യസ്തയാണ് തന്നെ. ഇവരെല്ലാവരും കൂടി ഒരൊറ്റ ചാനലാക്കി അങ്ങ് പ്രവർത്തിച്ചാൽ പോരെ. എന്തിനാണ് ഇങ്ങനെ പല ചാനലിൽ കയറി ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? മുൻപ് സമാനമായ മറ്റൊരു വിഷയത്തിൽ ഒരേപോലെ തന്നെ C. ദാവൂദും മറ്റൊരു ചാനലിലിരുന്ന് സ്മൃതി പരുത്തിക്കാടും ഇതേപോലെ തന്നെ പറയുന്ന ഒരു കാഴ്ച ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല ഇവിടെയും. ആ കുത്തും കോമയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൂടെ? അതുപോലുമില്ല. ഓരോ കാര്യങ്ങളും ഇങ്ങനെ അടുക്കും ചുറ്റിയോട് പറയുന്നത് പോലും ആ ഒരു ചാനലിൽ നിന്ന് ഒട്ടും വ്യത്യാസമില്ലാതെയാണ്. കുറച്ചെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറണ്ടേ? ഇത് അതുപോലും ഇല്ലാതെയാണ് ചെയ്യുന്നത്. ഇവരെയൊക്കെ ഇനിയും എങ്ങനെയാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്? ഇവർക്കെല്ലാം കൂടി ഒരുപക്ഷെ സ്വാഭാവികമായിട്ടും ഒരു വാട്സപ്പ് ഗ്രൂപ്പോ കൂട്ടായ്മയോ ഒക്കെ കണ്ടേക്കാം. പക്ഷെ അവിടെ സംസാരിക്കുന്ന കാര്യങ്ങൾ പോലും ഇങ്ങനെ വള്ളി പുള്ളി തെറ്റാതെ ആരെങ്കിലും പറയുമോ? കുറച്ചെങ്കിലും വ്യത്യാസപ്പെടുത്താൻ നോക്കത്തില്ലേ? ഇവിടെ അതുപോലും അല്ല കാണുന്നത്. ഒരേപോലെ തന്നെ പറയുകയാണ് ചെയ്യുന്നത്. ഒരുപാട് നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾ ഹാഷ്മിയൊക്കെ പൊതുവെ നിഷ്പക്ഷമാണ് എന്നൊക്കെ ധരിക്കാറുണ്ട്. ചില സമയത്ത് അദ്ദേഹത്തിൻ്റെ കഥാപ്രസംഗം കുറച്ച് ഓവറായി പോകുന്നുണ്ടെങ്കിലും മറ്റുള്ള മാധ്യമപ്രവർത്തകരെ പോലെയല്ല, ഇയാൾ സ്വല്പം വ്യത്യസ്തനാണെന്നൊക്കെ തെറ്റിദ്ധരിച്ച ആളുകളുണ്ട്. അവർക്കിപ്പോൾ വയറ് നിറയാനുള്ള സംഗതിയാണ് ഇത്. മീഡിയ വൺ ചാനലിലെ അവിടെ നിഷാർ റാവുത്തരും പിന്നെ അയാളുടെ കൂടെ ഇരിക്കുന്ന വ്യക്തിയും കൂടെ ചർച്ച ചെയ്യുന്ന അതേ വിഷയം ഇവിടെ ശ്രീകണ്ഠൻ നായരും ഹാഷ്മിയും കൂടെ പറയുകയാണ്. അവർ എന്താണോ പറഞ്ഞത് അതേ സാധനം തന്നെയാണ് ഇവിടെ പറയുന്നത്. ആ വിഷയം അതായിക്കോട്ടെ, പക്ഷേ രണ്ട് തരത്തിലെങ്കിലും അത് ചർച്ച ചെയ്യായിരുന്നു. ഇവിടെ കുത്തും കോമയും അടക്കം എല്ലാം തുല്യം. നല്ല ബെസ്റ്റ് മാധ്യമപ്രവർത്തനം.